ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പ്രധാനമായി വോട്ട് തള്ളുന്നതുമായി ബന്ധപ്പെട്ട് UDF കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ BJPക്കെതിരെയാണ് ആ ആരോപണം ഉന്നയിച്ചത്. എന്താണ് ശരിക്കും ഇവിടെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും? അല്ല, UDFന്റെ ആരോപണം സത്യത്തിൽ അവർക്ക് തന്നെ ഒരു ബൂമറാങ്ങായി വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം എല്ലാ ബൂത്തുകളിലും അത് പ്രവർത്തകർ പരിശോധിക്കുകയുണ്ടായി. എല്ലായിടത്തും കാണാൻ കഴിയുന്നത് വ്യാപകമായ തോതിലുള്ള കള്ളവോട്ടുകൾ ചേർന്നിട്ടുണ്ട്. പലയിടത്തും മരിച്ചുപോയവരെയും അതുപോലെ ഷിഫ്റ്റ് ചെയ്തവരുടെയും ഒന്നും വോട്ടുകൾ തള്ളിയിട്ടില്ല. ഒരു 5000-6000 വോട്ടുകൾ അനധികൃതമായിട്ട് ചേർന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ലീഗുകാർ പറഞ്ഞത് BJPക്കാർ മുസ്ലിങ്ങളെ ആകെ ഇവിടുന്ന് വെട്ടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഡിലിഷൻ നടന്ന ഒരു മണ്ഡലമാണിത്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും പൊളിറ്റിക്കൽ പാർട്ടീസ് 1000, 2000, 5000 ഒക്കെ ഡിലിഷൻ കൊടുത്തപ്പോൾ ഇവിടെ വെറും 142 ആപ്ലിക്കേഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. 124 ആപ്ലിക്കേഷൻസ് മാത്രമേ. അതിൽ തന്നെ 95 എണ്ണം കൊടുത്തതും ലീഗുകാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ആരോപണം വ്യാജമായിരുന്നു. പക്ഷേ ആരോപണം വന്നപ്പോഴാണ് സത്യത്തിൽ ഞാനിത് ശ്രദ്ധിക്കുന്നത്. കാരണം നമ്മൾ രാജ്യം വ്യാപകമായി SIRനെ സ്വാഗതം ചെയ്ത ഒരു പാർട്ടിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അത് പരിശോധിക്കണം എന്നുള്ളത് നില വന്നു. അപ്പോൾ ഞാൻ കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ അത് പരിശോധിക്കാനുള്ള ഒരു പ്രവർത്തകരോട് പറഞ്ഞപ്പോൾ കാണുന്നത് കുറച്ചധികം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ചധികം വ്യാജ വോട്ടുകൾ ഇപ്പോഴും പട്ടികയിലുണ്ട് എന്നുള്ളതാണ്. അത് നീക്കം ചെയ്യാൻ ആവശ്യമായിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആരാണ് അതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത്. ഇപ്പോൾ BLOമാരെല്ലാം വളരെ വലിയൊരു പക്ഷപാതിത്വം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ BLOമാർ ആരൊക്കെയാണ്, ഉദ്യോഗസ്ഥന്മാരാരാണ് ഇവിടെ അതിന് കൂട്ടുനിന്നത്, ഇതെല്ലാം ഞങ്ങളുടെ പരിശോധനയിലുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ. അതായത് ഉദ്യോഗസ്ഥരോട് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ട്. മഞ്ചേശ്വരം റിട്ടേണിംഗ് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ലീഗിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ BLOമാരുണ്ട്. ലീഗുകാർ ഇത്തവണ കാണാൻ കഴിഞ്ഞ ഒരു പ്രതിഭാസം CPM തീരെ ഇത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. CPM സാധാരണ കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇത്തരം വോട്ട് ചേർക്കലും ഡിലിഷനൊക്കെ അവരാണ് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ. പക്ഷേ ഈ 2 മണ്ഡലങ്ങളിലും CPM വളരെ നിർജ്ജീവമായിരുന്നു. ഈ അവസരം മുതലെടുത്ത് പ്രത്യേക പോക്കറ്റുകളിൽ അവരത് ചെയ്തതാണ്. ഇങ്ങനെ ഏത് സ്വഭാവങ്ങൾ? അതിപ്പോൾ ഗഡിപ്രദേശങ്ങൾ, അതായത് ബോർഡർ പഞ്ചായത്തുകളിൽ കുറേയധികം ആളുകൾ കർണാടകയിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. മറ്റൊന്ന്, നാച്ചുറലി തള്ളിപ്പോകേണ്ടവരുടെ ലിസ്റ്റുകൾ BLOമാർ പരിശോധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിശോധനയിൽ തള്ളിപ്പോകേണ്ട ആളുകൾ അതിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം ബൂത്തുകളാണ് അത്. ഞങ്ങളെല്ലാം അത് പരിശോധിച്ചിട്ടുണ്ട് വ്യക്തമായിട്ടും. ഞാൻ അതിൻ്റെ ഒരു ഫുൾ പ്രൂഫായിട്ട് അടുത്ത ദിവസം ഞങ്ങൾ രംഗത്ത് വരും. അതായത് കർണാടകയിൽ നിന്ന് പുറത്തുനിന്നുൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. കർണാടകയിൽ SIR തുടങ്ങാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിൽ നിന്ന് ആളുകളെ, അത് സാധാരണ നടക്കുന്നതാണ് ഇവിടെ. ഞങ്ങൾ കഴിഞ്ഞ തവണയും അത് പരിശോധിച്ചതാണ്. അതിനുള്ള സംവിധാനം മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള കള്ളക്കളികൾ കളിക്കുന്ന ഒരു പാർട്ടിയാണ്, ഞങ്ങൾക്കറിയാം. പക്ഷേ ഇത്തവണ SIR വന്നപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചത്. കാരണം SIRൻ്റെ ഉദ്ദേശം തന്നെ വ്യാജ വോട്ടുകൾ, അതുപോലത്തെ കള്ളവോട്ടുകൾ ഇല്ലാതാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഡബിൾ വോട്ടുകൾ എനിക്ക് അത്ഭുതം തോന്നി. ഈ SIR ഇവിടെ ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കിയിട്ടും ഒരേ ബൂത്തിൽ ഒന്നിലധികം വോട്ടുകൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. വ്യാപകമായിട്ടുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞല്ലോ, അത് ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു മുഴുവൻ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയിടത്തോളം വിവരങ്ങൾ വെച്ചാൽ നല്ല നിലയിൽ പരിശ്രമം നടന്നിട്ടുണ്ട്. ഏത് രീതിയിലാണ് അതിന് ലീഗലി? അല്ല, ഇപ്പോൾ നമുക്ക് ഡിലിഷൻ ചെയ്യാൻ ആരാണെന്ന് അവർ പറയണമല്ലോ. ഇപ്പോൾ BLO പറയണമല്ലോ ഇതാരാണ് ഈ വോട്ടറെന്ന്. കാരണം നമ്മളെ നാട്ടിൽ ഒരാൾക്ക് കള്ളവോട്ട് ചെയ്യണമെങ്കിൽ പട്ടികയിൽ പെട്ടാൽ പിന്നെ കള്ളവോട്ട് ചെയ്യാൻ പറ്റും. അത് അറിയുന്നതാണല്ലോ. പല പരിശോധനകളും നടക്കുന്നില്ല. ഒരു മിങ്കിൾ ചെയ്ത ഒരു സമൂഹം, എല്ലാ പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ബൂത്തുകളിൽ പല ഏജൻറ്റുമാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനത്തെ അല്ലാത്ത ബൂത്തുകളുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ഏകപക്ഷീയമായ മൃഗീയമായ ഭൂരിപക്ഷം, മറ്റാരും ബൂത്തിലില്ലാത്ത അനേകം ബൂത്തുകളുണ്ട് ഈ മണ്ഡലത്തിൽ, ഈ 2 മണ്ഡലത്തിലും. അപ്പോൾ അത്തരം ബൂത്തുകളിലായിരിക്കും ഇത് കൂടുതൽ നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാവുന്നത്. അല്ലാത്ത ബൂത്തുകളിലും അവർ ഇത് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പൗരത്വം വോട്ട് തള്ളൽ അത് BJP രാഷ്ട്രീയമായ സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കാര്യം അതൊരു സാങ്കത്യമേ ഇല്ലാത്ത കാര്യമാണ്. കാരണം ഈ ഇത്രയും കുറഞ്ഞ ഡിലിഷൻ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. അപ്പോൾ നിങ്ങളൊരു പ്രമുഖ മാധ്യമ സ്ഥാപനമല്ലേ, മറ്റെല്ലാ മണ്ഡലങ്ങളിലും പൊളിറ്റിക്കൽ പാർട്ടീസ് എത്ര ഡിലിഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, മഞ്ചേശ്വരത്ത് എത്ര
ജില്ലാ കലക്ടർ തന്നെ പത്രത്തിൽ പറഞ്ഞതാണ് 124 അപേക്ഷകളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ശ്രമം നടന്നു എന്ന് ആരോപിക്കുന്നത് ഇവരുടെ കള്ളത്തരം ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ ശരിക്കും പരിശോധിക്കുന്നുണ്ട്.